എൻ്റെ ഒരു ഫ്രണ്ട് അത് എടുത്തു വെച്ച് കാണിച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എന്നെ കളിയാക്കും. സോ നിങ്ങൾ ആലോചിക്കുക, ആ കല്യാണ മണ്ഡപത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഇരുന്ന് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് എന്തുമാത്രം ഫീൽ ആവുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളോട് പലരും വന്ന് പറഞ്ഞിട്ടില്ലേ, എടാ നിനക്ക് അതുകൊണ്ട് സാധിക്കില്ല കേട്ടോ, നിനക്ക് അതിനോട് കഴിവില്ല, നീ ചെയ്തിട്ട് കാര്യമില്ല, നീ സക്സസ് ആവത്തില്ല, ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് പറയുന്ന നിങ്ങളുടെ കുറെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, ഇങ്ങനെ കുറെ പേര് നിങ്ങൾക്കില്ലേ. സോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും അങ്ങനെ പറയുന്നത് കേൾക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 400 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ ലൈക്ക് ആൻഡ് കമന്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു, എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ പഠിക്കണം എന്നൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴേക്കായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറയുന്നത്, ഓ ജാടാ, നോക്കടാ ഇതുവരെ ഇല്ലാത്ത ഷോ, നോക്കടാ അവൻ പഠിക്കാതിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയാറില്ലേ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവിടെ സ്റ്റോപ്പായി പോവുകയാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് പിന്തിരിയുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ. സോ നിങ്ങൾ അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു ഒന്നും പറയാൻ പോകണ്ട. നിങ്ങൾ അത് ഇപ്പുറത്തെ ചെവിയിലൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവിയിലൂടെ കളയുക. കാരണം അത് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ അതൊന്നും വകവെക്കാതെ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ യൂട്യൂബിൽ വീഡിയോ ഇടാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ അങ്ങനെ വീഡിയോ ഇടുമ്പോഴേക്കായിരിക്കും നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുടെ എന്ത് കോപ്രായോടാ നീ കാണിക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എടാ നിനക്ക് യൂട്യൂബിലൊക്കെ നീ വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ടോ, നിനക്ക് ഒന്നത് 100 അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബല്ലേ ഉള്ളൂ, നീ എന്തിനാണ് നീ ചുമ്മാ വീഡിയോ ഇട്ട് നിന്റെ സമയം കളയണത്, നിനക്ക് ആ സമയം കൊണ്ട് വല്ല ജോലിക്ക് പൊക്കിയൂടെ. ഇങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിയിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയില്ല, നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറെ ഫ്രണ്ട്സും അതുപോലെ കുറെ റിലേറ്റീവ്സും കാണും അല്ലേ. ഇതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും പ്രോബ്ലം ഉണ്ടാക്കുന്നത് റിലേറ്റീവ്സ് ആയിരിക്കും. അത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെ കുറെ പേര് നിങ്ങൾക്ക് കാണുമല്ലേ. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഇനി അങ്ങനെയൊക്കെ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. കാരണം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ ആകാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ആദ്യമേ യൂട്യൂബർ ആയി എന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ ഒരു 4 പേര് നിങ്ങളെ നോക്കും. സോ നിങ്ങൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് ഫേമസ് ആയി, നിങ്ങൾ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാനും അതുപോലെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ എടുക്കാനും നിങ്ങളുടെ സെൽഫി എടുക്കാനും യൂട്യൂബർ ആകണമെന്ന് തീരുമാനിച്ചവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. എന്താ അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആയി എന്ന് നിങ്ങൾ മനസ്സിൽ തിങ്ക് ചെയ്യുക. സോ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ പരിശ്രമിച്ചാൽ കിട്ടാത്ത കാര്യം ഈ ലോകത്ത് ഒന്നുമില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്കാണോ നമ്മൾ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്നത് അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. അല്ലാതെ ഈ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് നിന്നെ കൊണ്ട് സാധിക്കില്ല, നിന്നെ കൊണ്ട് കഴിയില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇട്ടിട്ട് പോണവരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. കാരണം അങ്ങനെയൊക്കെ തീരുമാനിച്ച് അങ്ങനെയൊക്കെ മൈൻഡിൽ സെറ്റാക്കി വച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നവരുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, അവർ സത്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് യഥാർത്ഥ കാര്യം. കാരണം അവർ ഡെയിലി രാവിലെ എണീക്കുന്നു, അവർക്ക് ഫുഡ് കഴിക്കുന്നു, അവരിപ്പോൾ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു, വേറെ ഒരു ബന്ധവുമില്ല. അവർ വന്നിട്ട് നിങ്ങളോട് വന്ന് പറയും, എന്തോദ്രാ കാണിക്കണം നീ യൂട്യൂബിൽ കിടന്ന് വീഡിയോ ഇട്ട്, അല്ലെങ്കിൽ നീ എന്തോദ്രാ കാണിക്കണം, ഇതിലൊന്നും നിനക്ക് സാധിക്കില്ല. ഇങ്ങനെ സാധിക്കില്ല എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് നിങ്ങൾക്കറിയാവോ. ഈ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരാളെ മുഖത്ത് നോക്കി പറയാം. പക്ഷെ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ഇല്ലേ, അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അത് സാധിച്ചെടുക്കാൻ പറ്റും. ഈ കഴിവില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പലരും പറയും. നമ്മളത് മൈൻഡ് ആക്കരുത്. ഞാനിത് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ആരും ഈ മൈൻഡ് ആക്കരുത്. നമ്മൾ ഒരു പട്ടി റോട്ടിൽ നിന്ന് കുരയ്ക്കുമ്പോൾ നമ്മൾ അത് പിന്നെയും ആലോചിക്കും, ആ പട്ടി എന്തിനാണ് കുരച്ചത്, അല്ലെങ്കിൽ ഈ പട്ടി എന്നോട് കുരച്ച് സംസാരിച്ചതാണോ എന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ആലോചിക്കുമോ? ഇല്ല. സോ അപ്പൊ നിങ്ങൾ ഈ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്തിനാണ് പിന്നെ ആലോചിക്കുന്നത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അങ്ങനെ പറയേണ്ടവർ പറഞ്ഞിട്ട് പോട്ടെ. ഇപ്പൊ ഒരു പട്ടി കുരച്ചിട്ട് പോയെന്ന് വിചാരിച്ചാൽ മതി. സിമ്പിൾ കാര്യം. നിങ്ങൾ അല്ലാതെ അതിനെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് പിന്നെ നിങ്ങളൊരു എയിം ഫിക്സ് ചെയ്തതിനു ശേഷം അതിലോട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിക്കില്ല,
കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ, അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയുന്നവരെയൊക്കെ പുല്ല് വില കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഞാൻ തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സ് ഈ കുറച്ച് മോട്ടിവേഷൻ ഷോർട്സ് ഉണ്ട്, ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടിവേഷൻ ഷോർട്സ് ഞാൻ അപ്പോഴും ഇടുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് അത് എടുത്തു വെച്ച് കാണിച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എന്നെ കളിയാക്കും. നിങ്ങൾ ആലോചിക്കുക, ആ കല്യാണ മണ്ഡപത്ത് എൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇരുന്ന് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് എന്തുമാത്രം ഫീൽ ആവുന്നു. പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഞാൻ ചിരിച്ച് കളിച്ച് അങ്ങ് വിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഒരിതുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ അത് ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഇന്ന് എനിക്കിത് ഇപ്പോൾ ഏകദേശം ഒരു 18K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് യൂട്യൂബിന്റെ ഒരിടത്തും എത്തത്തില്ല, പക്ഷെ 18K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പോഴ് ഒരാൾ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ, എടാ നീ കുറച്ചുകൂടെ നല്ല കിടിലായിട്ട് വീഡിയോ ചെയ്യണേ, നിനക്ക് നല്ല കഴിവുണ്ട്, നീ കുറച്ചുകൂടെ വീഡിയോ അപ്പായിട്ട് വരണം, കുറച്ചുകൂടെ നീ എഡിറ്റിംഗിൽ സെറ്റ് ആക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഇപ്പൊ ആൾക്കാർ ഒന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നെ കളിയാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് ആലോചിക്കുക. ഈ ആൾക്കാരെന്ന് പറയുന്ന സിസ്റ്റം ഇത്രേ ഉള്ളൂ ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെ പൊക്കി പറയാനും നമ്മളെ 4 ആളുടെ മുമ്പിൽ ഉയർത്തി പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ കളിയാക്കാനും ഇതേ ആൾക്കാർ തന്നെ കാണും. നിങ്ങളോട് ആരെങ്കിലും വന്ന് ഈ കഴിയില്ല സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങൾ അത് ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമായിട്ട് കൊടുക്കണ്ട, നിങ്ങൾ അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക. നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ കളിയാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാനും നമ്മളെ 4 ആളെ മുമ്പിൽ നാണം കെടുത്താനും ഒരുപാട് ആൾക്കാർ കാണും. ഗൈസ്, നിങ്ങൾ ആരും അതൊന്നും വകവയ്ക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ എയിമിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേണ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 400 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. ലൈക്ക് ആൻഡ് കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.